കുമാരി വിജയമന്ത്രങ്ങൾ മനസ്സിൽ നിറച്ചിടൂ ജീവിതത്തിലെന്നും മുന്നേറാൻ പുതുതാളം പുതുശബ്ദം പുതുഭാവം പുതുവീര്യം ഇനിയെന്നും എന്നെന്നും വിജയം നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ബി പോസിറ്റീവിന്റെ ഇന്നത്തെ മനോഹരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. പറയാതെ കേൾക്കുകയും കേൾക്കാതെ കാണുകയും കാണാതെ മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് പ്രണയം. ചില പ്രണയങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ പോലും അറിയാതെ കടന്നു വരാറുണ്ട്. അവയിൽ ചിലത് നമുക്ക് ഒരുപാട് സന്തോഷം തരുന്നവയായിരിക്കും, മറ്റു ചിലത് ഒരുപാട് വേദന നൽകി പിരിഞ്ഞു പോകാറുമുണ്ട്. ശരിയല്ലേ? ഒരു നല്ല കോട്ടാണ് ഏഞ്ചൽ. പക്ഷെ ഇന്ന് ഏഞ്ചൽ വളരെ റൊമാൻറ്റിക് ആണല്ലോ. പ്രണയിക്കുന്നുണ്ടോ ആരെങ്കിലും? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രണയിക്കാത്തവരായി ആരും ഉണ്ടാവില്ല, അല്ലേ? ഗോപിക പ്രണയിച്ചിട്ടുണ്ടോ? പ്രണയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, പക്ഷെ ഒരിക്കലും അങ്ങനെ തുറന്നു പറയാനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അതായിരിക്കുമല്ലോ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം. നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ വെച്ചിരിക്കും, പക്ഷെ എന്നാലും അത് എപ്പോഴെങ്കിലും ചെന്ന് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇല്ല, ആ ഒരു പേടി, നമ്മളെ റിജക്ട് ചെയ്യുമോ എന്നുള്ളൊരു പേടി. അത് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ആണോ, ചിലപ്പോൾ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി ഇത് സ്നേഹമാണോ പ്രണയമാണോ, അതോ ഇനിയിപ്പോ ഒരു ഇൻഫാക്ച്വേഷൻ മാത്രമാണോ, അതോ ഫ്രണ്ട്ഷിപ്പിന്റെ തന്നെ ഒരു എന്താ പറയാ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഇതാണോ, അങ്ങനെയൊക്കെ നമുക്ക് ഡൗട്ട് വരും. പക്ഷേ എനിക്കും തോന്നാറുണ്ട് ഇറ്റ്സ് എ കോംപ്ലിക്കേറ്റഡ് ആൻഡ് സ്പെഷ്യൽ ഇമോഷൻ, അല്ലേ? തീർച്ചയായിട്ടും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് തന്നെയാണ് പ്രണയം. അപ്പൊ എന്തായാലും നമുക്ക് നല്ലൊരു പാട്ട് കേട്ടിട്ട് എനിക്ക് തോന്നുന്നു പ്രണയം എന്ന് പറയുന്നത് സംഗീതാത്മകമാണെന്ന് പറയാൻ പറ്റും, അല്ലേ? നമുക്ക് ഇത്തിരി ഫിലോസഫിക്കലൊക്കെ ആയിട്ട് പറയുകയാണെങ്കിൽ. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റ് കാണാനുള്ള സമയമായിരിക്കാണ്. നമുക്ക് കാണാം ശുഭസംഗീതം. ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ ആടിയ ദിവ്യാനുരാഗിലമാം ലാസ്യ ക്രീഡാ കഥയിലെ നായികേ ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ വിരഹം താങ്ങാൻ അരുതാതെ തുളസി കതിർന്നുള്ളാനി കൈ നീട്ടി നിൽക്കേ വിരഹം താങ്ങാൻ അരുതാതെ തുളസി കതിർന്നുള്ളാനി കൈ നീട്ടി നിൽക്കേ പിന്നിൽ വന്നു നിൻ കണ്ണുകൾ പൊത്തി നേത്രോൽപലമാല ചാർത്തി അവൻ നേത്രോൽപലമാല ചാർത്തി ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ ലജ്ജാവിവശേ നിൻ മനം തഴുകാനൊളി കണ്ണിലൂടെ കപടഭാവത്തോടെ ലജ്ജാവിവശേ നിൻ മനം തഴുകാനൊളി കണ്ണിലൂടെ കപടഭാവത്തോടെ തായാട്ടുകാട്ടി ഓരോ പൂവിലും തേൻ വണ്ടായി മധു തേടി അവൻ തേൻ വണ്ടായി മധു തേടി ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര
യുഗസന്ധ്യയിൽ ആടിയ ദിവ്യാനുരാഗിലമാം ലാസ്യ ക്രീഡാ കഥയിലെ നായികയോട് കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ. ഏഞ്ചൽ, നമുക്കറിയാം ഹിസ്റ്ററി എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്തൊരു കാര്യമാണ് അല്ലേ? എനിക്ക് തോന്നുന്നു ഏഞ്ചലിന്റെ ഫ്രണ്ട്സ് ആരൊക്കെയോ പറഞ്ഞു അല്ലേ ഏഞ്ചലിനോട് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആണ്. അതെ, നമ്മുടെ ചരിത്രത്തിൽ ഇന്ന് എന്നുള്ള സെഗ്മെന്റിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻസ് അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിന് കാരണം എന്ന് വെച്ചാൽ ഓരോ ദിവസത്തിന്റെയും ചരിത്ര പ്രാധാന്യം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും നമുക്കൊരു വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ ദിവസത്തേക്ക് വരികയാണെങ്കിൽ ഇന്നത്തെ ദിവസം ചിലിയൻ കവിയായിട്ടുള്ള പാബ്ലോ നെരുഡ എന്ന് പറയുന്ന അദ്ദേഹം ജനിച്ചത് ഈ ദിവസമാണ്. ഈ ദിവസം എന്ന് പറയുമ്പോൾ 1904 ജൂലൈ 12 അദ്ദേഹം ജനിക്കുന്നത്. നമുക്കറിയാം നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇതുപോലെ വേറെ എന്തെങ്കിലും ഉണ്ട്? തീർച്ചയായും ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1999 ജൂലൈ 12 പത്മശ്രീ രാജേന്ദ്രകുമാർ അന്തരിച്ച ദിവസം കൂടിയാണ്. അതെ, തീർച്ചയായും. അതായത് 1950-70 കാലഘട്ടങ്ങളിൽ തിളങ്ങി നിന്നിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ പ്രൊഡ്യൂസർ, ഡയറക്ടർ, ആക്ടർ എന്നീ നിലകളിലൊക്കെ അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. തീർച്ചയായിട്ടും ഒരു മൾട്ടി ഫെസറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു അല്ലേ? അത് തന്നെ. ശരിക്കും ആ ഒരു കാലഘട്ടത്തിലെ ഒരു സക്സസ്ഫുൾ ഇന്ത്യൻ ബോളിവുഡ് ആക്ടേഴ്സിൽ ഒരാളായി തന്നെയായിരുന്നു അദ്ദേഹത്തെ അംഗീകരിച്ചിരുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതുപോലത്തെ ചരിത്രത്തിലെ സംഭവങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സെഗ്മെന്റ് ആണ് അടുത്തതായിട്ടുള്ള. കാണാം ചരിത്രത്തിൽ ഇന്ന്. അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് നമുക്കൊരു ഡോക്ടർ വന്നിട്ട് നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം, എങ്ങനെയൊക്കെ നമുക്ക് കൂടുതൽ സെക്യൂർ ആയിട്ട് അസുഖങ്ങളിൽ നിന്നെല്ലാം പ്രൊട്ടക്റ്റഡ് ആയിട്ട് ജീവിക്കാം എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ആണ്. നമുക്ക് കാണാം ഡോക്ടർ മാർത്താണ്ഡപിള്ള അവതരിപ്പിക്കുന്ന ഫാമിലി ഡോക്ടർ. ഫാമിലി ഡോക്ടർ പരിപാടിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. കേരളത്തിൽ ഡിഫ്തീരിയ കൊണ്ട് തൊണ്ടവീക്കം വന്ന് ഉണ്ടാകുന്ന മരണങ്ങൾ, കൊച്ചുകുട്ടികൾ ഉണ്ടാകുന്ന മരണങ്ങൾ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്ന് പറയുന്നത് തന്നെ നമ്മുടെ നാട്ടിലെ ആരോഗ്യ പ്രവർത്തനത്തിൽ പാളിച്ച പറ്റുന്നു എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ തന്നെ ഒരു ഓർഫനേജിൽ താമസിക്കുന്ന 30 കുട്ടികൾ എല്ലാവരും തന്നെ ഈ രോഗം ബാധിച്ചു, ഡിഫ്തീരിയ രോഗം ബാധിച്ചു. അതിൽ ഒരു കുട്ടി മരണം അടയാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. ആ കുട്ടിക്ക് ഈ ഡിഫ്തീരിയ കൊണ്ട് ഹൃദയത്തെ ബാധിച്ചുകൊണ്ടാണ് ആ കുട്ടി മരിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിഫ്തീരിയ കൊണ്ടുണ്ടാകുന്നതിന് വെച്ചാൽ ഏറ്റവും വലിയൊരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നതാണ് ഈ ഹൃദയത്തിനെ ബാധിക്കുന്നത്. പലപ്പോഴും ഈ ഡിഫ്തീരിയ തൊണ്ടയെ ബാധിക്കുന്നു. തൊണ്ടവീക്കം ഉണ്ടായിട്ട് ശ്വാസതടസ്സം ഉണ്ടായിട്ടാണ് മരണം സംഭവിക്കുന്നത്. ഇത് കേരളത്തിൽ ഒരു 50 വർഷത്തിന് മുമ്പേ സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. പണ്ടൊക്കെ ഒരു ആശുപത്രിയിൽ പഠിക്കുന്ന കാലത്ത് മെഡിക്കൽ സ്റ്റുഡൻസ്, പണ്ട് ഒരു 50 വർഷം മുമ്പെയാണ് മെഡിക്കൽ സ്റ്റുഡൻസ് ആശുപത്രിയിൽ ഈ കുട്ടികളുടെ വാർഡിൽ ഇതുപോലുള്ള രോഗമായിട്ട് വരുന്ന കുട്ടികളെ കാണുന്നത്. വളരെ ഗൗരവമായിട്ടും ഗുരുതരമായിട്ടുള്ള ഒരു രോഗമാണ് ഇത്. പക്ഷേ കാലാകാലങ്ങളായിട്ട് നമ്മുടെ ഈ പ്രതിരോധ കുത്തിവയ്പ്പും വാക്സിനേഷനും ഒക്കെ ശക്തമായതോടുകൂടി ഇതിൻ്റെ എണ്ണം കുറയുകയും ഈ കാലത്ത് മെഡിക്കൽ സ്റ്റുഡൻസ് ഒരിക്കലും തന്നെ ഇതുപോലെ രോഗം കാണാറില്ല എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തിയതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട് ഡിസ്ട്രിക്റ്റുകളിൽ നിന്നും ഇതുപോലുള്ള രോഗം വീണ്ടും കാണുന്നു എന്നുള്ളത് തന്നെ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഈ രോഗപ്രതിരോധത്തിനുള്ള നടപടികൾ കേരളമാണ് എപ്പോഴും മുന്നിൽ നിന്നിട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും മുന്നിൽ ഈ രോഗപ്രതിരോധ കുത്തിവയ്പ്പിനും വാക്സിനേഷനും തുള്ളിമരുന്നിനും ഒക്കെ വളരെ മുന്നിൽ നിന്ന് കേരളം തന്നെയായിരുന്നു. ഇപ്പോൾ ആ സ്ഥാനം മാറി ഇപ്പോൾ കേരളം താഴോട്ട് വരുന്നു.
അത് വളരെ ഗൗരവമായിട്ട് കാണേണ്ടതാണ്. ശിശുമരണ നിരക്ക് തന്നെ കേരളത്തിൽ ഏറ്റവും കുറവാണ്. 1000 കുട്ടികളിൽ 26 കുട്ടികൾ ആണ് മരണമടയുന്നത്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ പല രോഗങ്ങൾ കൊണ്ടും മരണമടയാൻ സാധ്യത. അത് 16 വരെ കുറഞ്ഞു വരുന്ന ഈ സാഹചര്യത്തിലാണ് ഇതുപോലുള്ള ഡിഫ്തീരിയ പോലുള്ള രോഗം കൊണ്ട് കുട്ടികൾ മരണം അടയാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് അത് നമ്മൾ എല്ലാ കാരണങ്ങൾ കൊണ്ടും തടയേണ്ടത് വളരെ ആവശ്യമാണ്. ഈ ഡിഫ്തീരിയ, പിന്നെ വില്ലൻ ചുമ, പെർട്ടൂസിസ് എന്ന് പറയുന്നു, ടെറ്റനസ്, ഈ 3 രോഗത്തിന് വേണ്ടിയിട്ടുള്ള DPT വാക്സിനേഷൻ ഒരു 6 മാസം പ്രായമുള്ള കുട്ടിക്ക് ആദ്യമായിട്ട് നൽകുന്നുണ്ട്. 18 മാസം കഴിയുമ്പോൾ വീണ്ടും നൽകേണ്ടതുണ്ട്. പിന്നെ ഒരു 54 മാസമാകുമ്പോൾ 3ാമത്തെ ഡോസ് നൽകണം. ഇത് കൃത്യമായിട്ടും നൽകുകയാണെങ്കിൽ ഈ 3 രോഗവും പൂർണ്ണമായിട്ടും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന രോഗങ്ങളാണ്. പക്ഷേ അത് നൽകാത്ത സാഹചര്യത്തിലാണ് ഇതുപോലുള്ള മരണങ്ങൾ വരുന്നത്. അപ്പോൾ DPT എന്ന് പറഞ്ഞ 3 വാക്സിന് ഉപരിയായിട്ട് ഇപ്പോൾ മഞ്ഞപ്പിത്തത്തിനെതിരായിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് B മഞ്ഞപ്പിത്തത്തിനെതിരായിട്ടുള്ള വാക്സിനും പിന്നെ ഇൻഫ്ലുവൻസ B വാക്സിനും നമ്മൾ നൽകുന്നുണ്ട്. പെൻറ്റാവലൻ വാക്സിൻ എന്നുള്ള പേരിൽ 1 കോടി കുട്ടികൾക്ക് ഇന്ത്യ ഒട്ടാകെ കഴിഞ്ഞ 4-5 വർഷമായിട്ട് നൽകിയിട്ടുണ്ട്. ഇത് നൽകിയതുകൊണ്ട് ഒരു മരണം പോലും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ വാക്സിൻ നൽകുന്നതിനെപ്പറ്റി വളരെ തെറ്റിദ്ധാരണകളുണ്ട്. പലപ്പോഴും ഈ വാക്സിൻ നൽകുന്നത് കൊണ്ട് പല പാർശ്വഫലങ്ങളുണ്ടെന്നുള്ളത്, ഈ വാക്സിൻ കൊണ്ട് തന്നെ കുട്ടികളുടെ ആരോഗ്യം ഭാവിയിൽ ബാധിക്കാമെന്നുള്ള തെറ്റിദ്ധാരണകൾ പലതും അശാസ്ത്രീയമായിട്ടുള്ള പല കാര്യങ്ങളും പലരും വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അത് ഇതിന് എതിരായിട്ട് വളരെ ശക്തമായിട്ടുള്ള നടപടി വന്നില്ലെങ്കിൽ വീണ്ടും ഈ 50 വർഷത്തിന് മുമ്പേ നമ്മൾ കണ്ടതുപോലെ ഈ കുട്ടികളുടെ വാർഡുകളിൽ മെഡിക്കൽ സ്റ്റുഡൻസ് വീണ്ടും തൊണ്ടവീക്കമായിട്ടും ശ്വാസം മുട്ടലായിട്ടും വരുന്ന കുട്ടികളെ കാണേണ്ട ഒരു സാഹചര്യം വരും. നമ്മുടെ ശിശുമരണ നിരക്ക് പെട്ടെന്ന് കൂടാനുള്ളൊരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശക്തമായിട്ട് നമ്മുടെ പ്രതിരോധ കുത്തിവയ്പ്പ് വേണമെന്നുള്ളതിനെ പറ്റി ജനങ്ങളുടെ ഇടയ്ക്ക് അവബോധം ഉണ്ടാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഈ അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ പരത്തുന്നവരിന് എതിരെ വളരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കേണ്ടതും വളരെ ആവശ്യമാണ്. ഏഞ്ചൽ, നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് പ്രണയത്തെ കുറിച്ചാണ് അല്ലേ? ഇപ്പൊ പ്രണയം മാത്രമല്ല, ഇപ്പൊ ചില ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും അല്ലേ? അപ്പൊ അതിലൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ കോളേജിൽ വരുന്ന സമയത്ത് നമുക്കൊരു മോട്ടിവേഷണൽ ക്ലാസ് ഉണ്ടായിരുന്നു. ആ ടൈമിൽ കാണിച്ചൊരു വീഡിയോ ആണ്, നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു പരസ്യമാണ്. അതായത് കുറെ ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുന്നു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മരം വീണു. അപ്പൊ ഒരു ട്രാഫിക് ബ്ലോക്ക്. അപ്പൊ എല്ലാവരും അവിടെ നിന്ന് എന്ത് പറയാൻ തുടങ്ങി, കുറ്റം പറയാൻ തുടങ്ങി അല്ല, ഇതെന്തിങ്ങനെ എന്നുള്ളൊരു രീതിയിൽ. ആരും അതിനെതിരെ ഒന്നും ചെയ്യുന്നില്ല. പെട്ടെന്ന് ഒരു കൊച്ചുകുട്ടി ഓടി വരും, മഴയും പെയ്യുന്നുണ്ട്. അപ്പൊ ആ കുട്ടി ഓടി വന്ന് ആ കുട്ടി മാത്രം അത് തള്ളാൻ ശ്രമിക്കും. ഒരിക്കലും ഒരു വലിയ മരം നീങ്ങുന്നതല്ല, നമുക്കറിയാം. പക്ഷെ ഇത് കണ്ടു നിന്നപ്പോഴത്തേക്കും എന്ത് പറ്റി, ചുറ്റും നിൽക്കുന്ന കുട്ടികൾ ഇവനൊരു സപ്പോർട്ടായിട്ട് അവനും വന്നു. അങ്ങനെ ഇത് പോയി മുതിർന്ന ആളുകൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന അവരും കൂടെ വന്നു ഇറങ്ങി നിന്നു, ഇത് തള്ളാൻ തുടങ്ങി. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് പതിയെ എന്ത് പറ്റി, അമ്മാരെ നീങ്ങി തുടങ്ങി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരൊറ്റ വ്യക്തി, ആ ഒരു കൊച്ചുകുട്ടി ആദ്യമായിട്ടുള്ള ഒരു ചുവട് എടുത്തുകൊണ്ട് മാത്രമാണ് പിന്നീട് എന്തോ മണിക്കൂറോളം നിന്ന് അല്ല ഫയർഫോഴ്സ് ഒക്കെ വന്ന് മാറ്റേണ്ട ഒരു കാര്യം ആ ഒരൊറ്റ കുട്ടിയൊക്കെ കൊണ്ട് സാധിച്ചു. നമ്മുടെ ജീവിതത്തിൽ അതാണ്, ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം നമ്മളെ വലിയ വലിയ മാറ്റങ്ങളിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരുപാട് ഇൻസ്പിറേഷണൽ സ്റ്റോറീസും അല്ലെങ്കിൽ പോസിറ്റീവ് ഫീൽ തരുന്ന കഥകളും ഒക്കെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി തീരുന്നത്. അപ്പം ഏതായാലും നമുക്ക് കാണാം പ്രവീൺ പരമേശ്വർ അവതരിപ്പിക്കുന്ന വഴിത്തിരിവ്. ജനിക്കുന്നത് മുതൽ 70-80 വർഷം ശരാശരി ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വികസനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടിസ്ഥാനപരമായ ആരോഗ്യ വിഷയങ്ങളിൽ, വിദ്യാഭ്യാസത്തിൽ, തൊഴിലിൻ്റെ കാര്യത്തിൽ, സാമൂഹിക ബന്ധങ്ങളിൽ, വ്യക്തിബന്ധങ്ങളിലൊക്കെ ഒരാൾക്ക് എന്തുമാത്രം വികസനം ജീവിതത്തിൽ കൈവരിക്കുവാൻ കഴിയുന്നു. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ജനിക്കുമ്പോൾ നിൽക്കുന്നിടത്തു നിന്നും എന്തുമാത്രം മുന്നോട്ട് എത്തുവാൻ വേണ്ടിയിട്ട്, മൂവിങ് ഫോർവേഡിനു വേണ്ടി ഓരോ ആൾക്കാർക്കും കഴിയുന്നു. ഒരു പക്ഷേ ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും.
ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത് ജനിച്ചു വീണ ആ ഒരു സമയത്തു നിന്നും കാലഘട്ടത്തിൽ നിന്നിട്ടും എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ചിന്തയോടുകൂടെയാണ്. അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായി ജീവിതത്തിൽ നമ്മൾ കാണേണ്ടത് മൂവിങ് ഫോർവേഡ് എന്നുള്ള ഒരു വിഷയമാണ്. ഈ മൂവിങ് ഫോർവേഡിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഓരോ ദിവസവും ഇന്ന് ദിവസം രാവിലെ തുടങ്ങുന്ന, ഇപ്പോൾ ഈ 8-8:30 സമയം രാവിലെ തുടങ്ങുന്ന ഇത് മുതൽ വൈകുന്നേരം എത്തുന്നതിനിടയിൽ എന്തുമാത്രം ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിഞ്ഞു, ഒരു ദിവസത്തിൽ എന്തുമാത്രം മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞു. ഞായറാഴ്ചയിൽ തുടങ്ങുന്ന ഒരാഴ്ച അടുത്ത ശനിയാഴ്ചയിൽ അവസാനിക്കുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഒരു വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ തിങ്കളാഴ്ച തുടങ്ങുന്നത് വെള്ളിയോ ശനിയോ അവസാനിക്കുന്ന സാഹചര്യത്തിൽ ആ ആഴ്ച തുടങ്ങുന്നിടത്ത് നിന്നതിനേക്കാൾ ഓരോ കാര്യത്തിലും എന്തുമാത്രം മുന്നോട്ട് പോകുവാൻ വേണ്ടി നമുക്ക് ഒരു മാസം 1-ാം തീയതി തുടങ്ങുന്നത് 30-ഓ 31-ലോ എത്തി നിൽക്കുമ്പോൾ ആ ഒരു മാസത്തിൽ തുടക്കത്തിൽ നിന്നും എന്തുമാത്രം മുന്നിലേക്ക് എത്തുവാൻ മനുഷ്യന് കഴിഞ്ഞു. ഇതുപോലെ ഓരോ വർഷവും എന്തുമാത്രം മുന്നോട്ട് ഓരോ വിഷയത്തിലും എത്തുവാൻ മനുഷ്യന് കഴിഞ്ഞു. ഇത് കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുകയും ആ പ്ലാന് ഏറ്റവും ഭംഗിയായ രീതിയിൽ മോണിറ്റർ ചെയ്യുകയും ചെയ്യുക ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. കാരണം തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ജീവിതത്തിൽ മുന്നോട്ടുള്ള പോക്കാണ് ഏറ്റവും പ്രധാനം. ഈ മുന്നോട്ടുള്ള പോക്ക് എൻഷുർ ചെയ്യാൻ നമുക്ക് കഴിയണമെങ്കിൽ ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് പോയി എന്ന്, ആഴ്ചകളിൽ മാസങ്ങളിൽ ഒക്കെ ഒരു വർഷത്തിലൊക്കെ മുന്നോട്ട് പോയി എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യാൻ കഴിയണമെങ്കിൽ അത് വെറും ചിന്തകൾ കൊണ്ട് മാത്രമോ വെറുതെ ആലോചനകൾ കൊണ്ട് മാത്രമോ ആഗ്രഹം കൊണ്ട് മാത്രമോ സാധിക്കുന്ന കാര്യമല്ല. ഇവിടെയാണ് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ഒരു ലൈഫ് ബുക്ക് കീപ്പ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യം വരുന്നത്. ഒരു ജീവിതത്തിനുള്ള ഒരു പുസ്തകം, ഒരു ലൈഫ് ബുക്ക് കീപ്പ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യം വരുന്നത്. ഒരു നോട്ട് ബുക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡയറി ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന ഒരു ജേർണൽ ആയിരിക്കാം. ഇതിൽ ഓരോ മാസത്തിൻ്റെയും തുടക്കത്തിൽ, അതിനുമപ്പുറത്തേക്ക് കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഒരു വർഷത്തിൽ, ഇന്നിപ്പോൾ ഈ ഒരു മാസത്തിൽ ആരംഭിക്കുന്നത്, ജൂലൈയിൽ ആരംഭിക്കുന്നത്, അടുത്ത ജൂലൈ ആകുന്ന സമയത്ത് ഈ ജൂലൈയിൽ നിന്നും എന്തുമാത്രം മുന്നിലേക്കായിരിക്കും നമ്മൾ പോവുക. അത് നമ്മുടെ അറിവിൻ്റെ കാര്യത്തിലാവട്ടെ, കഴിവിൻ്റെ കാര്യത്തിലാകട്ടെ, സമ്പത്തിൻ്റെ കാര്യത്തിലാകട്ടെ, ബന്ധങ്ങളുടെ കാര്യത്തിലാകട്ടെ, ഈ വർഷത്തിൽ നിന്നും അടുത്ത വർഷത്തിലേക്ക് എത്തുമ്പോൾ എന്ത് ദൂരമായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക. ഇതിനെ നമുക്ക് ഓരോ മാസത്തിലേക്കും ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഓരോ മാസത്തിനെയും തുടക്കത്തിൽ, ഈ മാസം അവസാനിക്കുമ്പോൾ ഇപ്പോൾ നിൽക്കുന്ന പോയിന്റിൽ നിന്നും എന്ത് ദൂരമായിരിക്കും ഞാൻ മുന്നോട്ട് പോവുക. ഓരോ ആഴ്ചയുടെയും തുടക്കത്തിൽ അത് അവസാനിക്കുമ്പോൾ എന്തുമാത്രമായിരിക്കും ഞാൻ മുന്നോട്ട് പോവുക. ഓരോ ദിവസത്തിലും എന്തുമാത്രമായിരിക്കും ഞാൻ മുന്നോട്ട് പോവുക. ഇത് ആ പുസ്തകത്തിലേക്ക് കുറിച്ചു വയ്ക്കുവാൻ കഴിഞ്ഞാൽ വളരെ മെഷറബിളായ രീതിയിൽ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഉറപ്പായിട്ടും കഴിയും. അങ്ങനെ കുറിച്ചു വയ്ക്കുന്ന ഓരോ കാര്യങ്ങളെയും അത് വെറും കുറിപ്പുകളായിട്ടിരിക്കാതെ ഏറ്റവും ഭംഗിയായ രീതിയിൽ മോണിറ്റർ ചെയ്യാനും കൂടെ നമുക്ക് കഴിയണം. ഒരു ദിവസത്തേക്ക് വേണ്ടി വയ്ക്കുന്ന കുറിപ്പുകൾ ആ ദിവസം വൈകുന്നേരം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ച ദൂരം എനിക്ക് എൻ്റെ ജീവിതത്തിൽ പോകുവാൻ കഴിഞ്ഞോ? ഓരോ ആഴ്ചയിലും തീരുമാനിക്കുന്നതിന് ആ ആഴ്ചയുടെ അവസാനത്തിൽ നമുക്കൊന്ന് മോണിറ്റർ ചെയ്യുവാൻ കഴിഞ്ഞാൽ എന്തുമാത്രം മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിഞ്ഞു. ഇങ്ങനെ മാസത്തിൻ്റെയും വർഷത്തിൻ്റെയും കാര്യത്തിൽ, അല്ലെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ്, ഒന്ന് ദിവസം, ആഴ്ച, മാസം, വർഷം, ഇവയുടെ തുടക്കങ്ങളിൽ ഇവയിൽ ഓരോന്നും എന്തുമാത്രം മുന്നോട്ട് പോകുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെന്ന് കുറിച്ചു വയ്ക്കുകയും ആ ഘട്ടം കഴിയുന്ന സാഹചര്യത്തിൽ എന്തുമാത്രം മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞു എന്നുള്ളത് വിലയിരുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ തുടക്കത്തിൽ നിന്നും ഒരുപാട് മുന്നിലേക്ക് വളരെ വേഗത്തിൽ തന്നെ എത്തുവാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും കഴിയും. അതിനും അപ്പുറത്തേക്ക് ഒരു പ്രത്യേക കാലഘട്ടങ്ങളിൽ, ഒരുപക്ഷെ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ ഒരുപക്ഷെ 2 ആഴ്ചയിലൊരിക്കലോ ഒക്കെ ഞാൻ എന്തുമാത്രം മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് എന്തുമാത്രം മാറ്റമുണ്ടായി എന്നൊരു ചിന്ത എനിക്കുണ്ടാകുന്നതും അത് കഴിഞ്ഞാൽ വ്യക്തമായി കുറിച്ചു വയ്ക്കുന്നതിലൂടെയും എൻ്റെ കോൺഫിഡൻസ് തന്നെ വർദ്ധിക്കുവാനുള്ള സാധ്യതയുമുണ്ട് ജീവിതത്തിൽ. കാരണം ഇത്രയും എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞു എന്ന രീതിയിൽ എൻ്റെ കോൺഫിഡൻസ് വർദ്ധിക്കുവാനുള്ള സാധ്യതയും ഒരുപാടാണ് അവിടെ. ഈ മുന്നോട്ടുള്ള യാത്രയെക്കുറിച്ച് പ്ലാൻ ചെയ്യുമ്പോഴും അതിനായി ആഗ്രഹിക്കുമ്പോഴും ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത, നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, ഇഫ് യു വാണ്ട് ടു മൂവ് ഫോർവേഡ്, വി ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ that we are not going to stay where we are now. മുന്നോട്ടുള്ള യാത്രയ്ക്ക് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം എടുക്കേണ്ട തീരുമാനം, we are not going to stay where we are now. ഇപ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നോ അവിടെ നിന്നും മാറുവാൻ നമ്മൾ സന്നദ്ധരാണ്. അവിടെ നിന്നും ഒരു മാറ്റത്തിന് തീരുമാനിക്കുവാനും മാറ്റം നടത്തുവാനും സന്നദ്ധരാണ് എന്നുള്ള ഒരു തീരുമാനം എടുക്കലാണ്. ചുരുക്കത്തിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ജീവിതം മൂവിങ് ഫോർവേഡിനുള്ളതാണ്, മുന്നോട്ടുള്ള പോക്കിനുള്ളതാണ്. 2, ആ മുന്നോട്ടുള്ള പോക്ക് സ്വയം സാധ്യമാകുന്നതല്ല, പലപ്പോഴും കൃത്യമായി നമ്മളായി തീരുമാനിച്ച് സാധ്യമാക്കേണ്ടതാണ്.
3, അത് സാധ്യമാകണമെങ്കിൽ ഏറ്റവും കൃത്യമായ രീതിയിൽ ഏത് രീതിയിലാണ് ഞാൻ മൂവ് ഫോർവേഡ് ചെയ്യാൻ പോകുന്നത്, മുന്നോട്ട് പോകാൻ പോകുന്നത്, എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെ ചെറു കുറിപ്പുകൾ തയ്യാറാക്കുകയും എന്ത് ഞാൻ നേടി എന്നുള്ള രീതിയിൽ അതിനെ വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ കൂടെ ഉണ്ടാവണം. ഇത്തരത്തിൽ കോംപ്രഹെൻസീവായി നമ്മളതിനെ കാണുകയാണെങ്കിൽ ഓരോ ദിവസവും പുതുമകളിലേക്ക് ജീവിതത്തിനെ കൊണ്ടുപോകുവാൻ നമുക്ക് ഉറപ്പായിട്ടും സാധിക്കും. പ്രേക്ഷകരുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം ബി പോസിറ്റീവ്, പനോരമ മീഡിയ, ചെട്ടിക്കുളങ്ങര, തിരുവനന്തപുരം 1. ഫോൺ നമ്പർ 0471246660. ഇമെയിൽ panoramatvmedia@gmail.com. നിന്നോടെനിക്കുള്ള പ്രണയം ചൊല്ലുവാൻ ഞാൻ കാത്തിരുന്ന ദിനം, നിന്നോടെനിക്കുള്ള പ്രണയം ചൊല്ലുവാൻ ഞാൻ കാത്തിരുന്ന ദിനം, പ്രണയം പറഞ്ഞിടാൻ വയ്യാതെ നിന്നെ ഞാൻ പ്രണയിക്കുമീ സുദിനം, നിന്നെ പ്രണയിക്കുമീ സുദിനം, നിന്നോടെനിക്കുള്ള പ്രണയം പ്രണയം പ്രണയം. ഡോക്ടർ ലവ്ല അതിമനോഹരമായിട്ടുള്ള ഒരു പ്രണയ ഗാനമാണ് ഇപ്പോൾ ഏഞ്ചൽ പാടിയത്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഏഞ്ചൽ അത് പാടി. ഏഞ്ചൽ, പക്ഷേ പ്രണയത്തിനെന്ന് പറയുന്ന ഒരു ദുരന്തത്തിന്റെ മുഖം കൂടെയുണ്ട് അല്ല. നമ്മൾ പലപ്പോഴും പേപ്പറിലൊക്കെ വായിക്കുന്നു, ഇപ്പോൾ എന്താ പറയാ, ഒരുപക്ഷെ ആസിഡ് അറ്റാക്ക് ആയാലും അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇപ്പൊ ഇന്നാള് ചെന്നൈയിൽ ഒരു കുട്ടിയെ വെട്ടിക്കൊലപ്പെടുത്തി അല്ലേ. അപ്പൊ അങ്ങനെ പലപ്പോഴും നമ്മുടെ ഒരു എസ് എന്നൊക്കെ പറയുന്നത് പറയണ്ടെന്നല്ല, പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ ആലോചിച്ച് തീരുമാനിച്ച് ഇത് നമ്മൾ പോകുന്ന വഴി ശരിയാണോ എന്ന് നമുക്ക് 100% കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത് ഒരു ഇൻഫാക്ച്വേഷൻ മാത്രമായിട്ടുള്ള ഒരു പ്രണയത്തിലേക്കല്ല പോകേണ്ട. പകരം നമ്മൾ സിൻസിയർ ആയിട്ട് നമ്മുടെ ഫുൾ ആയിട്ടുള്ള ഒരു ഇഷ്ടം, പ്രണയം എല്ലാം അതിലേക്ക് കൊടുത്ത് അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ആയിട്ട് തന്നെ എത്തിത്തീരാനായിട്ട് പരിശ്രമിക്കുക. അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഇന്ത്യക്കാരുടെ ഏറ്റവും വലിയൊരു അഭിമാനമാണ് നമ്മുടെ താജ്മഹൽ എന്ന് പറയുന്നത് അല്ലേ? അതെ, തീർച്ചയായും പ്രണയത്തിന്റെ സ്മാരകമാണ് താജ്മഹൽ എന്ന് പറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ ചെറിയ ചെറിയ ജീവിതത്തിൽ ഒരു പക്ഷെ താജ്മഹൽ പോലെ ഒന്നും കെട്ടി ഉയർത്താൻ പറ്റില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ നമ്മൾ പ്രണയിക്കുന്ന ആളോട് 100% കമ്മിറ്റഡ് ആയിട്ട് 100% സിൻസിയർ ആയിട്ട് തീർച്ചയായിട്ടും ഇരിക്കുക. ഒരുപാട് പ്രണയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ, പ്രണയഭരിതമായിട്ടുള്ള ദിവസങ്ങൾ മുമ്പോട്ടും വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.